വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊരു ഗോൾഡൻ ഫേഷ്യൽ പോലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. നമ്മളിവിടെ ഒരു ഗോൾഡൻ പ്രോഡക്റ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നത് നമ്മുടെ മഞ്ഞളാണ്. നമുക്ക് കസ്തൂരി മഞ്ഞൾ, ഇവിടെ എടുത്തേക്കുന്ന കുടമഞ്ഞളാണ്. ഏത് മഞ്ഞൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, കിച്ചണിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാതിരിക്കുക, ബാക്കി എല്ലാം മഞ്ഞൾ ഉപയോഗിക്കുക. അപ്പം ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു 3 to 4 സ്റ്റെപ്പിൽ നല്ലൊരു എഫക്റ്റ് തരുന്ന ഒരു ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ ചെയ്യാതെ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു വെറ്റ് വൈപ്സ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കരിയും നമ്മൾ എത്ര ഫേസ് വാഷ് ചെയ്താലും നമ്മുടെ അഴുക്ക് കാണും. അപ്പോൾ നല്ല കോർണേഴ്സിലും ഇതിലൊക്കെ നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കണം. നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു ഫേസ് പാക്കും ഇടാൻ പാടുള്ളൂ. നമ്മുടെ മേക്കപ്പിൻ്റെ പുറത്തൂടെ നമ്മളത് ഒന്നും ചെയ്യാൻ പാടില്ല. ഫേസും നെക്കും ഒക്കെ നന്നായിട്ട് തുടച്ചു. കണ്ട നല്ല അഴുക്കുണ്ടാകും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലെൻസിങ്ങിന് നമ്മൾ എടുക്കുന്നത് മിൽക്കാണ്. തിളപ്പിക്കുകയോ ബോയിൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ റോ മിൽക്കാണ്, അത് കുറച്ചെടുക്കുക. നമ്മൾ റോ മിൽക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ഗോൾഡൻ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കുടമഞ്ഞൾ പൗഡർ കണ്ടോ. നിങ്ങൾക്ക് കുടമഞ്ഞൾ എടുക്കാം, കസ്തൂരി മഞ്ഞൾ എടുക്കാം. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഹൽദി മാത്രം എടുക്കാതിരുന്ന, മഞ്ഞൾ മാത്രം എടുക്കാതിരുന്നാൽ മതി. നല്ല ടിൻ്റായിരിക്കും അതിന്, ഈ മഞ്ഞ കളറിൻ്റെ. അപ്പോൾ ഈ നമ്മൾ എടുത്തേക്കുന്ന ഈ പാലിൽ നമ്മൾ കുറച്ച് ഒരു ശകലം ഇതിട്ടിട്ട് നമ്മുടെ ഈ കുടമഞ്ഞൾ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പാലും മഞ്ഞളും ആദ്യം നമ്മൾ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇസ് ക്ലെൻസിങ്. പിന്നെ ഒരു സ്പഞ്ച് എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് ടവൽ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ മുഖം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തു. ഇപ്പം ഇനി നമുക്കിനി അടുത്ത ചെയ്യുന്നത് എന്താ, ഒരു മിനിമം പ്രൊസീജിയറുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേഷ്യലാണ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് ഞാൻ ആദ്യം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു അടിപൊളി സ്ക്രബ്ബറാണ്. എന്താ, നമ്മുടെ പഞ്ചസാര, വൈറ്റ് ഷുഗർ എടുക്കാം, ബ്രൗൺ ഷുഗർ എടുക്കാം, എന്ത് വേണോ എടുക്കാം. അത് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡൻ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മഞ്ഞൾ ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾ, പിന്നെ നമുക്ക് വേണ്ടതാണ് തേനും നമ്മുടെ ഷുഗറൊക്കെ കൂടി നല്ലൊരു സ്ക്രബാണ്. അപ്പോൾ കുറച്ച് തേൻ. ഓക്കെ, ഇപ്പം നമ്മൾ തേനിട്ടു, പഞ്ചസാര ഇട്ടു, മഞ്ഞളിട്ടു, നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം, ഡൈല്യൂട്ട് ആവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സ്ക്രബ് ആയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് ഷുഗർ, നമ്മുടെ മഞ്ഞൾ, പിന്നെ നമ്മളെന്താ തേന്, പിന്നെ കുറച്ച് അതൊരു നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോം ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിച്ച പാൽ. ഇനി നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ
കോർണേഴ്സും എല്ലാം സ്ക്രബ് ചെയ്തെടുക്കണം. ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിൻ്റെ കൂടുതൽ അഡിഷൻ നമുക്ക് നോസിലും ഈ നോസിൻ്റെ കോർണേഴ്സിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ ലിപ്സിന് ഇതൊരു അടിപൊളി സ്ക്രബ്ബറാണ്. എനിക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ക്രബ് നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാജ്, ഒരു ക്ലെൻസിങ് ജെല്ല് പോലെ ഉണ്ടാക്കണം. ക്ലെൻസിങ് അല്ല, ഒരു മസാജിങ് ക്രീം പോലെ നമുക്കത് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ആലോവേര ജെൽ. ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഇതെടുത്ത്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആലോവേര ജെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ആലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. അത് ഒരു കുറച്ച് ഒരു ആലോവേര ജെൽ എടുക്കാം. ആലോവേര ജെൽ നമുക്ക് കയ്യിൽ തന്നെ ചെയ്യാം കേട്ടോ. ആലോവേര ജെല്ല് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ശകലം നമ്മുടെ മെയിൻ ഗോൾഡൻ ഫേഷ്യലിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ടേമറിക് പൗഡർ അതിടും. ഓക്കെ, ഇത് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് കൊടുക്കാം. ഓക്കെ, അപ്പം മസാജ് ചെയ്തു. അതിനി വൈപ്പ് ഓഫ് ചെയ്യാം. ഫേസ് പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഗ്രാം ഫ്ലോർ, കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് വേണം. ഇത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നന്നായിരിക്കും. നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ്, സാൻഡൽവുഡ് പൗഡർ. അത് പല രീതിയിലുള്ള ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടു? നമ്മുടെ കടലപ്പൊടി, മഞ്ഞൾ, ചന്ദനത്തിൻ്റെ പൊടി. ഇനി നമ്മളിത് പാലുപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഒന്നും കൂടെ പറയാം എന്തൊക്കെയുണ്ട്. കടലപ്പൊടി, നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എന്തുണ്ട്, ഇനി നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം, നമ്മുടെ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലൊരു തിക്ക് പേസ്റ്റ്. നമ്മൾ മുഖത്ത് നല്ല കട്ടിക്ക് തന്നെ ഇടണം. നമ്മുടെ കടലപ്പൊടി, മഞ്ഞൾപ്പൊടി,
രീതിയിൽ നമ്മൾ തിക്കായിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങിയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. രീതിയിൽ നമുക്ക് തിക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വാട്ടറിലൊന്ന് കൈ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്യണം. അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അന്നത്തെ ദിവസം സോപ്പ് മേക്കപ്പ് ഒന്നും ഇടാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് 2-3 ദിവസം മുമ്പ് കിട്ടിയാൽ നമുക്ക് എഫക്റ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളല്ലേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാൻഡൽവുഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പൗഡർ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫേഷ്യലാണ്. അപ്പോൾ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. നല്ലൊരു എഫക്റ്റ് നമ്മൾ പാർലറിൽ ചെയ്യുന്നത് പോലെ റെപ്ലിക്ക കിട്ടില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള റിസൾട്ടൊക്കെ കിട്ടും. നമ്മളൊരു ചെറിയൊരു ഹോം മെയ്ഡ് ഫേഷ്യലാണ്. എനിക്ക് റിസൾട്ട് വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.